സ്റ്റുഡൻസ് വെൽക്കം അഗെയിൻ ടു കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ 4th ലെസനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു 16ാമത്തെ ക്ലാസ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് രണ്ട് ടോപ്പിക്കാണ്. അതായത് HTML എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ്. നമ്മൾ HTML കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നത് തന്നെയാണ് ഈ എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ HTML യൂസ് ചെയ്യുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ആഡിങ് കമൻറ്റ്സ് ഇൻ HTML ഡോക്യുമെൻറ്റ്. നമ്മൾ കമൻറ്റുകൾ ആഡ് ചെയ്യേണ്ടി വരും നമ്മുടെ HTMLൻ്റെ ഡോക്യുമെൻറ്റിൽ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ HTML അത് കമൻറ്റുകൾ എങ്ങനെയാണ് HTML ആഡ് ചെയ്യുക. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റാണ് HTML എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ്. അതായത് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എൻറ്റിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ HTML യൂസ് ചെയ്യുന്ന ഓരോ എലമെൻറ്റുകൾ അതിനൊക്കെ നമുക്ക് എൻറ്റിറ്റീസ് ആണെന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇങ്ങനത്തെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ആംപർസെൻഡ് സിമ്പൽ, അങ്ങനത്തെ സിമ്പൽസിനെ നമുക്ക് എന്താ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുക നമ്മുടെ HTML. അതായത് അതിനൊക്കെ ഒരു സ്പെഷ്യൽ മീനിങ് ആണ് HTML ഉള്ളത്. അതായത് നമ്മളൊക്കെ അറിയാം എന്താ HTML ടാഗ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പൽ അല്ലേ. ആ സിമ്പലിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ടാഗുകൾ HTML, ബോഡി ടാഗ്, എല്ലാ ടാഗുകളും എന്താ ഈ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ സിമ്പലിൻ്റെ ഉള്ളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ HTML ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് എന്താ അതിന് സ്പെസിഫിക് മീനിങ് ഉണ്ട്. നമുക്ക് അതിനെ പിന്നെ വീണ്ടും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുക, അതായത് ഈ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ നമ്മുടെ വെബ് പേജിൽ അല്ലെങ്കിൽ നമ്മുടെ HTML നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ലെസ് ദാൻ സിമ്പൽ, ഗ്രേറ്റർ ദാൻ സിമ്പൽ, ആംപർസെൻഡ് സിമ്പൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ HTML ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ബട്ട് എന്താ ഇതിന് ഈ സിമ്പൽസിന് എന്താ ഓൾറെഡി ഒരു മീനിങ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ അതിനെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ, അതായത് നമ്മുടെ HTML ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സപ്പോസ് ഇവിടെ എക്സാമ്പിൾ പറയുന്നതാണ് എന്ത്, നമുക്കറിയാം ആംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാ, എക്സ്പ്രസ് ടാഗുകൾ അല്ലേ. ടാഗിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഇതിനെ നമുക്ക് ഈ സിമ്പലിനെ നമുക്ക് നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ HTML എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, HTML എൻറ്റിറ്റീസ്, അതായത് നമുക്ക് കുറേ റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ഉണ്ട് HTML. റിസർവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അത് ഓൾറെഡി അതിൻ്റെ മീനിങ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ, റിസർവ്ഡ് ആണ്. അതിനെ നമുക്ക് നമ്മുടേതായ ഒരു കൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് എക്സാമ്പിളാണ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പൽ അല്ലേ. ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ മീൻസ് എന്താ ആ ഇൻ്റർപ്രറ്റർ അല്ലേ, ആ വെബ് ബ്രൗസറിന് മനസ്സിലാവും എന്താ അത് HTML ടാഗാന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ എന്താ ആ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പൽ നമ്മുടെ HTML ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട കേസ് വരും. അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ HTML എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ HTML എൻറ്റിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു, അതായത് A ലെസ് ദാൻ B ആൻഡ് അല്ലേ, ആംപർസെൻഡ് എന്നെ നമ്മൾ ആൻഡ് എന്നാ പറയുക, ആൻഡ് A ഗ്രേറ്റർ ദാൻ C, ഇങ്ങനൊരു കൺസെപ്റ്റ് വരണമെന്ന് വിചാരിക്കുക. ഇവിടെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ആംപർസെൻഡ് അല്ലേ, ഈ മൂന്ന് സിമ്പലും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന് ഓൾറെഡി റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ആണ്, നമുക്ക് അങ്ങനെ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് HTML എഴുതാമെന്നാണ് നമ്മളിവിടെ, അതായത് HTMLൻ്റെ കോഡ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് HTMLൻ്റെ കോഡിൽ എഴുതുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. A ആംപർസെൻഡ് LT കണ്ടോ, അതായത് A ഗ്രേറ്റർ ദാൻ B എന്നായിരുന്നു, സോറി A ലെസ് ദാൻ B എന്നുള്ളതായിരുന്നു. ഈ ലെസ് ദാൻ സിമ്പലിനെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം, LT ലെസ് ദാൻ എന്നുള്ള മീനിങ്ങിന് LT യൂസ് ചെയ്യും. ദെൻ HTML എൻറ്റിറ്റീസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആംപർസെൻഡ് സിമ്പലിനെ യൂസ് ചെയ്യണം. ഓക്കെ, ആംപർസെൻഡ് LT ആണ് ലെസ് ദാൻ എന്നുള്ള മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ ടൈമിൽ സെമിക്കോളൻ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ A ലെസ് ദാൻ B എന്നുള്ളതാണ് A ആംപർസെൻഡ് LT അല്ലേ, ലെസ് ദാൻ B. ദെൻ ആൻഡ് അല്ലേ, അടുത്തത് A ലെസ് ദാൻ B കഴിഞ്ഞിട്ട് ആൻഡ്, അതായത് ആംപർസെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ആംപർസെൻഡ് അല്ലേ, അതായത് എൻറ്റിറ്റീസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആംപർസെൻഡ് സിമ്പൽ ഇട്ടു. ദെൻ ആംപർസെൻഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് AMP എന്ന് പറഞ്ഞ എൻറ്റിറ്റീനെ യൂസ് ചെയ്തു. ഓക്കെ, ദെൻ സെമിക്കോളൻ ഇട്ടു. ഇനി അടുത്തത് A ഗ്രേറ്റർ ദാൻ C എന്ന് പറഞ്ഞത് അല്ലേ. ഈ ഗ്രേറ്റർ ദാൻ ഇവിടെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, A അല്ലേ,
എ ദെൻ ഗ്രേറ്റർ ദാനിന് പകരം നമുക്ക് എന്തുണ്ട് എൻറ്റിറ്റീസ് ഉണ്ട് എൻറ്റിറ്റി കറസ്പോണ്ടിങ് ദെൻ എൻറ്റിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ആദ്യം തന്നെ ആംബ്രസൻഡ് അല്ലെ ആൻഡ് എന്ന് പറഞ്ഞ സൈൻ ഇട്ടു ദെൻ ഗ്രേറ്റർ ദാൻ ആണെന്നാണ് കാണിക്കുക അതായത് ഗ്രേറ്റർ ദാൻ സിമ്പലിൻ്റെ കറസ്പോണ്ടിങ് എൻറ്റിറ്റി ആണ് എന്ത് GT എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് എൻറ്റിറ്റി യൂസ് ചെയ്തു ദെൻ സെമി കോളൻ ഇട്ടു പിന്നെന്താ എ ഗ്രേറ്റർ ദാൻ ആയി സി കറസ്പോണ്ടിങ് നമുക്ക് ഡയറക്റ്റ് സി യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ദേ ആർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ഓൾറെഡി എന്താ അതിന് വേറെ പർപ്പസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ അതിനെ നമ്മൾ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണേ നമ്മൾ HTML എൻറ്റിറ്റീസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഒരുപാട് എൻറ്റിറ്റീസ് കറസ്പോണ്ടിങ് ക്യാരക്ടർ അതിൻ്റെ കറസ്പോണ്ടിങ് എൻറ്റിറ്റി ദെൻ എന്താണ് അതിൻ്റെ യൂസ് ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ തന്നിരിക്കും ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ പിന്നെ ഈ ആംബ്രസൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഡബിൾ കോഡ്സ് സിംഗിൾ കോഡ്സ് അതൊക്കെ നമ്മൾ നമുക്കറിയാമല്ലോ ഓരോന്നും കറസ്പോണ്ടിങ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട കേസ് വരും പക്ഷെ അതിനെ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് HTML കോഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അത് ഓൾറെഡി HTML കോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അതിനെ നമ്മൾ നമ്മുടേതായ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഈ ടേബിളിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ദെൻ സിംഗിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ആംബ്രസൻറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഓക്കെ ഫസ്റ്റത്തെയാണ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് സ്പേസ് അതായത് നോൺ ബ്രേക്കിംഗ് സ്പേസ് നമുക്ക് നോൺ ബ്രേക്കിംഗ് ആയിട്ട് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഓരോ വേർഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലേ സ്പേസ് ഇടുന്നുണ്ട് ഗ്യാപ്പ് ഇടുന്നുണ്ട് പക്ഷെ അത് നമ്മളുടെ HTML വെബ് പേജിൽ സ്പേസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം ഈ ആംബ്രസൻഡ് NBSP ഓക്കെ നോൺ ബ്രേക്കിംഗ് സ്പേസ് എന്നുള്ള മീനിങ് ആണ് ആംബ്രസൻഡ് ഇടണം ബിക്കോസ് ഇറ്റ് ഈസ് എൻ എൻറ്റിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആംബ്രസൻഡ് NBSP അതായത് നോൺ ബ്രേക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ടാണ് ദെൻ എന്ത് കാണിക്കുക സെമി കോളൻ കാണിക്കുക ഓക്കെ കോട്ടാണെന്നുണ്ടെങ്കിൽ ഡബിൾ കൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കണ്ടോ ആംബ്രസൻഡ് കൊട്ടേഷൻ എന്നുള്ളത് QUOT ദെൻ സ്പേസ് കൊടുക്കുക സിംഗിൾ കോഡ്സ് ആണെന്നുണ്ടെങ്കിൽ APOS ഓക്കെ അപ്പോസ്ട്രോഫി S എന്നുള്ള മീനിങ് ആണ് അപ്പോസ്ട്രോഫി S അപ്പോൾ ആംബ്രസൻഡ് APOS ദെൻ സെമിക്കോളം കൊടുത്തു ഇനി നമുക്ക് ആൻഡ് സിമ്പൽ അതായത് ആംബ്രസൻഡ് സിമ്പൽ അല്ലെങ്കിൽ ആൻഡ് സിമ്പലിനെ നമ്മുടെ കോഡിൽ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ വെബ് പേജിൽ നമുക്ക് വരണമെന്ന് വിചാരിക്കുക ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം HTML കോഡിൽ നമ്മൾ ആംബ്രസൻഡ് ആംബ്രസൻഡ് എന്നുള്ള മീനിങ്ങിലാണ് AMP കണ്ട ആംബ്രസൻഡ് ഓക്കെ ലെസ് ദാൻ ആണെന്ന് കാണിക്കാൻ LT എന്ത് യൂസ് ചെയ്യണം മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ആംബ്രസൻഡ് യൂസ് ചെയ്യണം ദെൻ സെമി കോളൻ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പൽ നമുക്ക് ഈ സിമ്പൽ ഡയറക്റ്റ് നമ്മുടെ വെബ് പേജിൽ ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല അതായത് നമുക്ക് ഷോ വരില്ല കാരണം നമ്മൾ എന്താണോ നമ്മുടെ HTML കോഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ വെബ് പേജിൽ വരിക അല്ലേ അപ്പോൾ നമ്മുടെ HTML പേജിൽ നമുക്കിത് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനെ എൻറ്റിറ്റി അതായത് ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ GT ദെൻ അതിൻ്റെ മുന്നിൽ യൂസ് ചെയ്യുക എപ്പോഴും ആംബ്രസൻഡ് അതായത് എൻറ്റിറ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആംബ്രസൻഡ് യൂസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സെമി കോളൻ കാണിക്കുക ഓക്കെ ദെൻ കോപ്പിറൈറ്റ് അല്ലേ നമ്മൾ ഈ സിമ്പിൾ കാണാറുണ്ടാവും കോപ്പിറൈറ്റ് സിമ്പിൾ C എന്ന് എഴുതിയിട്ട് ഒരു സർക്കിൾ അല്ലേ അതാണ് കോപ്പിറൈറ്റ് ഈ C എന്ന് പറഞ്ഞ സിമ്പിളിന് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ HTML യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് വെബ് പേജിൽ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻറ്റിറ്റി യൂസ് ചെയ്യണം ആംബ്രസൻഡ് കോപ്പി എന്ന് പറഞ്ഞ എൻറ്റിറ്റി ദെൻ ട്രേഡ് മാർക്ക് സിമ്പിൾ കണ്ടിട്ടുണ്ടായിരിക്കും TM അല്ലേ നമ്മൾ വെബ് പേജിലൊക്കെ എപ്പോഴും കാണാറുണ്ട് TM എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അടിയിൽ കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും എപ്പോഴും കാണാറുണ്ടായിരിക്കും വെബ് പേജുകളുടെ അല്ലേ എൻഡിൽ താഴെ കാണാറുണ്ടായിരിക്കും പക്ഷേ ഇത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അത് കറസ്പോണ്ടിങ് അതിൻ്റെ കോഡ് എഴുതിയപ്പോൾ ഇങ്ങനെ എൻറ്റിറ്റി വെച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക ഓക്കെ കോപ്പിറൈറ്റ് കഴിഞ്ഞു ട്രേഡ് മാർക്ക് വരണമെന്നുണ്ടെങ്കിൽ ആംബ്രസൻഡ് ട്രേഡ് എന്ന് പറയാം സെമി കോളം കൊടുക്കുക ദെൻ രജിസ്ട്രേഡ് സിമ്പൽ ആറാണ് അതായത് ചില സൈറ്റുകൾ കാണുമ്പോൾ കാണാം R സിമ്പൽ അല്ലേ രജിസ്ട്രേഡ് സൈറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആംബ്രസൻഡ് REG രജിസ്ട്രേഡ് ആണെന്ന് കാണിക്കാൻ ദെൻ സെമി കോളൻ ഇടാം ഓക്കെ ഇത്രയാണ് ഇന്ന് നമ്മളുടെ HTML എൻറ്റിറ്റീസ് ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സും അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻസും ഓക്കെ ഇതിൽ ചോദിച്ച് കാണാറുണ്ട് വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് കറസ്പോണ്ടിങ് ഇന്ന ക്യാരക്ടറിൻ്റെ കറസ്പോണ്ടിങ് HTML എൻറ്റിറ്റി ഏതാന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ് നമുക്ക് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അല്ലേ LT GT ദെൻ എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ ആംബ്രസൻഡ് സിമ്പിൾ ഇടുക കറസ്പോണ്ടിങ് സെമി കോളം കാണിക്കാം
ഓക്കെ, അപ്പോൾ എൻറ്റിറ്റീസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് ആഡിങ് കമൻറ്റ്സ് ഇൻ HTML ഡോക്യുമെൻറ്റ്. ഓക്കെ, കമൻസ് അല്ലേ, നമുക്ക് കമൻസ് ആഡ് ചെയ്യേണ്ട കേസ് വരാറുണ്ട്. നമ്മൾ CPP പ്രോഗ്രാം ചെയ്യുമ്പോഴും എഴുതുമ്പോഴൊക്കെ നമ്മൾ എന്താ കമൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എങ്ങനെയായിരുന്നു CPPയിൽ കമൻറ്റ് ചെയ്യാൻ? സിംഗിൾ ലൈനുമായിട്ട് മൾട്ടി ലൈനൊക്കെ ആയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പ്രോഗ്രാമിൽ സിംഗിൾ ലൈൻ ആണെങ്കിൽ നമ്മൾ എന്താ ജസ്റ്റ് 2 / കാണിക്കുക അല്ലേ, 2 സ്ലാഷ് കാണിക്കുക. ദെൻ മൾട്ടിപ്പിൾ കമൻറ്റ് മൾട്ടി ലൈൻ ആണെന്നുണ്ടെങ്കിൽ എന്താ /* അല്ലേ. എന്നിട്ട് എത്രയും ഭാഗമാണോ നമുക്ക് കമൻറ്റ് ചെയ്യണത് അതിന് ശേഷം എന്താ ഇതിനെ ക്ലോസ് ചെയ്യണം, */ തിരിച്ചിടാം അല്ല. CPP പ്രോഗ്രാമുകൾക്ക് നമുക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. നമ്മൾ CPP പ്രോഗ്രാം ചെയ്യുമ്പോൾ എഴുതുമ്പോഴായാലും അല്ലേ ചെയ്യുമ്പോഴായാലും നമ്മൾ കമൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനാ ഈ കമൻറ്റ്സ് യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? കമൻറ്റ്സ് ഹെൽപ്പ് ടു ഇൻക്രീസ് എന്താ റീഡബിലിറ്റി അല്ലേ, കോഡ് റീഡബിലിറ്റി, കോഡിന് കറസ്പോണ്ടിങ് റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കമൻറ്റുകളെ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അതായത് കോഡിൻ്റെ റീഡബിലിറ്റി കൂടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ CPP പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അല്ലേ ഫോർ ലൂപ്പ് സ്റ്റാർട്ടിങ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അതെന്തിനാ? നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളുടെ റീഡബിലിറ്റി അല്ലേ അത് നമുക്ക് മനസ്സിലാവണം, എവിടെയാണ് ലൂപ്പ്, എവിടെയാണ് കണ്ടീഷൻ ചെക്കിങ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട്, അതായത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ കമൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ HTML നമുക്ക് എന്താ കമൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം HTML എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ല, കോഡിംഗ് ആണ്. HTML കോഡ് എഴുതാണ് എന്തിന്? വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടാവും? ഒരുപാട് HTML കോഡ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ എവിടെയാണ് ഇന്ന സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏത് സെക്ഷനാണെന്നൊക്കെ നമുക്ക് അല്ലേ അങ്ങനത്തെ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമൻറ്റ് കൊടുക്കും HTML. ഓക്കെ, എങ്ങനെയാണ് കമൻറ്റ് കൊടുക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ HTML ടാഗ് ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ആംഗിൾ ബ്രാക്കറ്റ് >= സിമ്പിൾ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാതും അല്ലേ ടാഗ് ആണ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ എന്താ >= സിമ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്താ കമൻറ്റ്സ് പ്ലേസ്ഡ് വിത്തിൻ എങ്ങനെ കൊടുക്കണോ? കണ്ട >= അതായത് ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ. ദെൻ എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലേ, എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് 2 ഹൈഫൺ. ഇതാണ് നമ്മൾ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമുക്ക് എന്താണോ കമൻറ്റ് എഴുതേണ്ടത് അത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിനെ നേരെ റിവേഴ്സായിട്ട്, അതായത് 2 ഹൈഫൺ ദെൻ കമൻറ്റിൻ്റെ ക്ലോസിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് >= ഇടാം. ഓക്കെ, ഈ 2 ഇതിൻ്റെ ഉള്ളിലാണ് സിമ്പിൾസിൻ്റെ ഉള്ളിലാണ് നമ്മൾ HTMLൻ്റെ കമൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് കൊടുക്കുമ്പോൾ എന്താ നമുക്കറിയാം, അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനെ ഇഗ്നോർ ചെയ്യും അല്ലേ. നമുക്ക് ഔട്ട്പുട്ടിൽ നമ്മൾ കമൻറ്റ് കൊടുത്ത കമൻറ്റ് നമുക്ക് കാണാറില്ല CPPയിൽ അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മളുടെ HTMLലും ആ ബ്രൗസർ കമൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ മനസ്സിലാവും ഇറ്റ് ഈസ് എ കമൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ബ്രൗസർ അതിനെ ഇഗ്നോർ ചെയ്യും. എന്നിട്ടാണ് അതിനെ ബാക്കിയുള്ളതിനെയാണ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് വെബ് പേജിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റ് എങ്ങനെയാണ് കൊടുക്കണമെന്ന് കണ്ടു. >= ദെൻ 2 ഹൈഫൺ ഇടാം. എന്നിട്ട് പിന്നെ എന്താണോ നമുക്ക് കമൻറ്റ് വേണത്, ദിസ് ഈസ് HTML കോഡ് അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ഇന്ന സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന കമൻറ്റ് അത് അതിൻ്റെ ഉള്ളിൽ നമ്മളെ കമൻറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം കമൻറ്റിനെ അത് ക്ലോസ് ചെയ്തെന്ന് കാണിക്കണം അല്ലേ, എൻഡായിന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2 ഹൈഫൺ ഇടുക. ദെൻ >= കാണിക്കാം. അപ്പോൾ ഹൈഫൺ മനസ്സിലാവും കമൻറ്റിൻ്റെ എൻഡിങ് ആയി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ HTML കോഡിങ്ങിൽ നമ്മൾ ഇനി യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇത് കോഡ് എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ഇത് റിസർവ്ഡ് ക്യാരക്ടേഴ്സും പിന്നെ കമൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇനി കോഡിങ്ങിൽ, ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇന്ന കാര്യങ്ങളുണ്ട് ഇതിൽ നിന്ന് പഠിക്കുകയാണ്. ഇനി നമ്മൾ കോഡിങ് സെക്ഷൻ തുടങ്ങുകയാണ്. ഇതിലിനി ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്, HTML ഇമേജുകൾ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത്. ആ ഒരു ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ലെസൺ കഴിയാണ്. ദെൻ നമ്മളിനി കോഡ് എഴുതാൻ പോകണം, HTML കോഡ് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടാഗുകളൊക്കെ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനാണ്, ഏത് ടാഗാണ്, അതിൻ്റെ ആട്രിബ്യൂട്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 2 ടോപ്പിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.